നമസ്കാരം മാന്യമഹാജനങ്ങളെ. ലാസ്റ്റത്തെ വീഡിയോ കൊണ്ട് ചെറുതായിട്ട് ഉപകാരമൊക്കെ ഉണ്ടായിട്ടുണ്ട്. 10ഓളം സബ്സ്ക്രൈബേഴ്സും പിന്നെ കുറച്ച് ഫോളോവേഴ്സൊക്കെ കൂടിയിട്ടുണ്ട്. മെച്ചുണ്ട്. കീപ് ഇറ്റ് അപ്പ്, വെൽ ഡൺ. കം ടു ദ പോയിന്റ്. നെഹർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കാഞ്ഞിരോട് സെക്കൻഡ് ഇയർ BA എക്കണോമിക്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം നമ്മൾ സെക്കൻഡ് ഇയേഴ്സും തേർഡ് ഇയേഴ്സും തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടായി. ഫൈറ്റ് എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പാറണ ഫൈറ്റ്. അപ്പോൾ ഫൈറ്റിൻ്റെ ഇടയ്ക്ക് സീനിയറായ ഒരു ചങ്ങായി കുറച്ച് ആവേശം മൂത്തുപോയി അവനിക്ക്. പിന്നെ അടുത്തുണ്ടായിരുന്ന ഒരു പട്ടിയെ കഷ്ണം എടുത്തിട്ട് പിടിച്ചു വെക്കാൻ വേണ്ടി ആ ഗ്യാപ്പിലേക്ക് ചെന്ന് കയറി കൊടുത്ത എൻ്റെ തലക്കിട്ടിട്ട് നല്ലൊരു പെട അങ്ങ് പഠിച്ചു. പിന്നെ എന്താണെന്നറിയില്ല, ഞാനങ്ങ് മരവിച്ചു പോയി ചെറുതായിട്ട്. ഇപ്പോൾ റിഷാൽ ഇത് കണ്ടിട്ട് ബദിരീങ്ങളെ ചോര സീനായില്ലേ. ഓനപ്പാടെന്നെ ഗുൽമാലാക്കി. വേഗം റെജിനാസിന് എന്നൊരു 800 ഉണ്ടായിരുന്നു, ഒരു ബ്ലൂ കളർ. അതിൽ പറപ്പിച്ച് വിട്ട് നേരെ ഡ്രൈവ് ചെയ്തത് മുബഷിറാന്ന് തോന്നുന്നുണ്ട്. പറപ്പിച്ച് വിട്ടില്ലേ, ഏതാ പോക്ക് പോയെന്ന്. ഒറ്റ പോക്ക്. ആദ്യം ഒരു ഹോസ്പിറ്റലിൽ പോയി, അവിടുന്ന് ഫസ്റ്റ് എയ്ഡെല്ലാം ചെയ്ത് പിന്നെ നേരെ AKGയിലേക്ക് വിട്ടു, AKG ഹോസ്പിറ്റലിലേക്ക്. അങ്ങനെ അവിടെ പോയി ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് നേരെ വാർഡിൽ പോയിട്ട് അവിടെ അഡ്മിറ്റായി. പിള്ളേരെല്ലാം കുറേ ഉണ്ട്. അപ്പോഴത്തേക്ക് കോളേജിലെ പിള്ളേരും കാര്യങ്ങളും എല്ലാവരും എത്തി. അവിടെ മൊത്തമൊരു ബളഹായി. അപ്പോൾ ഒരു ചങ്ങായി വന്നിട്ട് ചോദിച്ച്, അവിടെ നീ എന്തിനാ വാടി കിടക്കുന്നത്? ഇത് കേട്ട ഉടനെ തന്നെ ആരോ റൂം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോയി. എന്നിട്ട് ആ റൂം ബുക്ക് ചെയ്ത് ഒന്നും കുറച്ചില്ല, AC റൂം തന്നെ. ഡബിളാ സിംഗിൾ ഏതോ ഒരു റൂം എടുത്ത് പിന്നെ നേരെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് പിന്നെ ആളൊരു സുഖവാസമായിരുന്നു. പിന്നെ റൂമിൽ പിള്ളേരായി, ആൾക്കാർ കാണാൻ വരുത്തായി, വിസിറ്റേഴ്സ്, ഫ്രൂട്ട്സ്, ഫുഡ് എല്ലാം അതിൻ്റെ വഴിക്ക് വേറെ ഇങ്ങനെ കുറേ നടക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടത്തിൽ ഈ നമ്മുടെ ബാച്ചിലുണ്ടായ പിള്ളേർക്ക് ഈ സീനിയർ പിള്ളേർ, എടാ നിങ്ങൾ ചായലും കുടിച്ചാൽ ജ്യൂസ് എന്തെങ്കിലും വേണമെങ്കിൽ പറ, അങ്ങിട്ട് വരാനും പറിച്ച് അവർ നല്ലോണം ഒന്ന് അവരൊന്ന് അടുപ്പിക്കാൻ നോക്കുക. പിള്ളേർ ആദ്യമല്ലേ പിള്ളേർ ജ്യൂസാ, അടുത്ത ഫൈറ്റിന് വേണ്ടി പ്രിപ്പയർ ആയവർ ഒന്നും വേണ്ട, ഫുള്ള് കലിപ്പിൽ. പിന്നെ വല്ല കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നാൽ ഒരു ജ്യൂസൊക്കെ ആവാം, ഒരു ചായലും വാങ്ങിയിട്ട് വാങ്ങും. അങ്ങനെ ഓരോന്നായിട്ട് അവരങ്ങ് സെറ്റായി. പിന്നെ ഇത് റൂമിൽ മൊത്തത്തിൽ ഒന്ന് കളറായി, വൈബായി. എല്ലാവരും റൂമിലുണ്ട്. നല്ലൊരു എന്താ പറയുക, ഒരു ട്രിപ്പ് പോയ പോലെ ഒരു സുഖവാസമായിരുന്നു അവിടെ. അപ്പോൾ ഈ സംഭവം നടന്നിട്ട് ഞാൻ വീട്ടിൽ പറ്റില്ല. ഞാൻ അന്ന് വീട്ടിൽ വിളിച്ചിട്ട് പറയും ഞാൻ ഇന്ന് വരൂല, ഒരു ഫ്രണ്ടിൻ്റെ അടുത്തുള്ളത് അന്ന് അങ്ങനെ പറഞ്ഞു. പിന്നെ ഇത് അഡ്മിറ്റ് കൂട്ടിയ സമയത്ത് അതിൻ്റെ പിറ്റേ ദിവസം വീട്ടിൽ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞ് അവർ വന്ന് പ്രശ്നം ആക്കിയിട്ടൊന്നുമില്ല. അവരും പ്രശ്നമാക്കിയില്ല, ഞാനും പ്രശ്നമാക്കിയില്ല. ഞാനും പിന്നെ എന്തിനാന്ന് വെറുതെ കേസും കാര്യങ്ങളിലായിട്ട് പോകുന്നത്, ഓരോ ആവേശത്തിലെടുത്ത് ചാടി ചെയ്തു പോയല്ലേ. പിന്നെ അതിൻ്റെ ബേക്കിൽ കുറേ നൂലാമാലയും കൊണ്ട് നടക്കണ്ടേ. കേസൊന്നും ആക്കിയിട്ടൊന്നുമില്ല. അവനക്ക് നല്ലൊരു ബില്ല് ലാസ്റ്റ് കയ്യിലും കൊടുത്ത് അവനും പിള്ളേരെല്ലാം കൂടി അങ്ങ് സെറ്റിൽ ചെയ്ത്. അപ്പം അന്ന് അടി കിട്ടിയപ്പോൾ എങ്ങോട്ടോ ദൂരേക്ക് പോയ കിളി എവിടെയോ കൂടുകൂട്ടി നിൽക്കുന്നുണ്ട്. ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഇനി വരുമോ ഇല്ലയോ ഒന്നും പറയാൻ പറ്റില്ല. അപ്പം അന്ന് അടി കിട്ടിയിട്ട് ഒരു 4 സ്റ്റിച്ച് കിട്ടി, 4. അത് ഇപ്പോൾ ഇവിടെ എവിടെയോ ഉണ്ട് എൻ്റെ അടയാളങ്ങൾ. അവിടെ ഇപ്പോൾ മുട്ടയായിട്ടാണ് ഉള്ളത്, മുടി ഒന്നിനില്ല, ചെറിയൊരു പോർഷനിൽ. അതൊരു സ്മാരകമായിട്ടുണ്ട്. ഈ അടിച്ച ചങ്ങായിൻ്റെ പേര് പിന്നെ പറയുന്നില്ല, എന്തിനാന്ന് വെറുതെ വീണ്ടും അത് കുത്തിപ്പൊക്കുന്നേ. റേഡിയോ സുഖമായിട്ട് ഉണ്ടോന്. ഈ ഒരു സംഭവത്തിന് ശേഷം പിന്നെ കോളേജിൽ ആ ഇയർ വേറെ അടിയും ഗുലുമാലൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ സെക്കൻഡ് ഇയറിൽ നിന്ന് കോളേജ് ഡ്രോപ്പ് ചെയ്തു. കാരണം എല്ലാ സെമസ്റ്ററിലും 4 പേപ്പേഴ്സായിട്ട് ബേക്കിലുണ്ടായിരുന്നു. ആകെ ഒരു സെമസ്റ്ററിൽ 5 പേപ്പറാണ് ഉള്ളത്. ആകെ ഒരു വിഷയം മാത്രമാണ് പാസ്സായി പോയിട്ടുള്ളൂ, ബാക്കിയെല്ലാം ബേക്കാണ്.
അപ്പോൾ പേപ്പർ ബാക്ക് കുറേ കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ കാര്യമില്ലാതെ മനസ്സിലാക്കിയപ്പോൾ ഞാനാട് നേരെ പെട്ടി പാക്ക് ചെയ്ത് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ടു ഹൈദരാബാദ് ഫ്രഞ്ച് ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഹൈദരാബാദ് സ്റ്റോറി പുറകെ വരുന്നുണ്ട്. വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം.